മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. മെസ്സി വിവാദത്തിൽ GST തട്ടിപ്പ് കണ്ടെത്താനുള്ള SIT അന്വേഷണം നാളെ തുടങ്ങും. ലയോണൽ മെസ്സിയെ കൊണ്ടുവരുമെന്ന് മലയാളികളോട് വീമ്പു പറയുക, ഒരു കറക്ക് കമ്പനിയെ ഏകപക്ഷീയമായി സ്പോൺസറാക്കുക. മെസ്സിയുടെ പേരിലുള്ള തട്ടിപ്പിൽ നികുതി വെട്ടിപ്പ് അന്വേഷിക്കും. കഴിഞ്ഞ സർക്കാരിന്റെ ഇടപാടുകൾ അന്വേഷിക്കാൻ SIT. ലിയോണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന് പറഞ്ഞുള്ള തട്ടിപ്പിൽ രേഖകൾ പരിശോധിക്കാൻ ഇടി. ഫിമ ചട്ടലംഘനം നടന്നോ എന്നത് പരിശോധിക്കും. മെസ്സി വിവാദത്തിൽ സ്പോൺസർക്കായി കയറിക്കളിച്ച് ഇടത് സർക്കാർ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ മലയാളത്തിലെ പ്രമുഖ വാർത്താ ചാനലുകൾ ഒരു ദിവസം 10 15 പലവട്ടം കാണിക്കുന്ന ന്യൂസുകളുടെ കുറച്ച് ഭാഗമാണ് ഇപ്പം നമ്മൾ കണ്ടത്. പക്ഷേ നമ്മുടെ പ്രേക്ഷകർക്ക് പിടികിട്ടി കാണും. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മെസ്സി കേരളത്തിലേക്ക് കളിക്കാൻ വരുന്നു എന്ന് പറഞ്ഞൊരു വലിയ ന്യൂസ് നമ്മൾ കേൾക്കാണ്ടായി. എല്ലാ സ്പോർട്സ് പ്രേമികളും, പ്രത്യേകിച്ച് ഫുട്ബോൾ പ്രേമികളൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ആ കളി എവിടെയായിരിക്കും, എപ്പോഴായിരിക്കും എന്നൊക്കെ ഇങ്ങനെ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന നാളുകൾ. മെസ്സിയെ പോലെയുള്ളൊരു ഫുട്ബോൾ മാന്ത്രികനെ കേരളത്തിൽ കൊണ്ടുവന്ന് കളിപ്പിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ഒരു സന്തോഷം മറ്റെന്താ ഉള്ളത്? അങ്ങനെ ആവേശത്തോടെ കൂടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. സർക്കാരിന് വലിയൊരു തുക ചിലവാക്കേണ്ടതുണ്ട്. കാരണം നല്ലൊരു സ്റ്റേഡിയം വേണം, ഇൻ്റർനാഷണൽ ലെവലിൽ കളിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം, അവർക്കുള്ള സെക്യൂരിറ്റി വേണം, ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്, വലിയ തുക വേണം. അതിന് പറ്റിയ ഒരു സ്പോൺസറെ കണ്ടുകിട്ടണ്ടേ? സർക്കാരിൻ്റെ കയ്യിൽ അതിനൊന്നും മുടക്കാൻ നമ്മുടെ സ്പോർട്സ് വകുപ്പിനോ കേരള ഗവൺമെൻറ്റിനോ ഒന്നും കഴിവില്ല. സർക്കാരിൻ്റെ മുമ്പിലുള്ള ഏക പോംവഴി ഈ പണം മുടക്കാൻ തയ്യാറുള്ള ഒരു സ്പോൺസറെ കണ്ടുകിട്ടുക എന്നുള്ളതാണ്. ഇത്രയും വലിയ തുക മുടക്കാനായിട്ട് ആരാ തയ്യാറായി വരിക? ചെറിയ തുകയൊന്നും പോരാതിന് വലിയ കോടിക്കണക്കിന് രൂപ വേണം. സാധാരണ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ സ്പോൺസർ ചെയ്ത് കിട്ടുക മിക്കവാറും വമ്പൻ മാധ്യമ ഗ്രൂപ്പുകളായിരിക്കും. അങ്ങനെ സർക്കാർ പലരെയും സമീപിച്ചോ എന്നറിയില്ല. സർക്കാർ ഒരു സ്പോൺസറെ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇതാ ഒരു സ്പോൺസർ രംഗപ്രവേശം ചെയ്യുന്നു. ഞാനൊരു സ്പോൺസറാണ്, ഞാനൊരു ഇൻവെസ്റ്ററാണ്. കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് രാമായണം പറയുന്ന ടീമാണ് ഇവർ. നിങ്ങൾ അവിടുന്ന് വരൂ ഇവിടുന്ന് വരും എന്ന് പറയുന്ന ടീമാണ്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ അവസ്ഥയാണിത്. സർക്കാർ കണ്ടെത്തിയ സ്പോൺസർ ഈ മാധ്യമ മുതലാളിയാണ്. ആ മാധ്യമ മുതലാളിയാണ് ഇപ്പോൾ കോടിക്കണക്കിന് രൂപ അതിനുവേണ്ടി മുടക്കി. മെസ്സി വന്നതുമില്ല, പണം പോകുകയും ചെയ്തു എന്ന് പറഞ്ഞ് പരിതപിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത്. ഈ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്തിട്ട് കടിക്കണ പട്ടിയെ വാങ്ങി എന്ന് പറഞ്ഞൊരു പഴഞ്ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ അവസ്ഥയിലായിപ്പോയി നമ്മുടെ ഈ മുതലാളിയുടെ അവസ്ഥ. പാവം. ബാക്കിയും കുറേ കൂടെ കാര്യങ്ങൾ പറയാനുണ്ട്, അതൊന്ന് കേൾക്കണ്ടേ നമുക്ക്? വെൽക്കം ടു ഡിബേറ്റ് സ്പേസ് മലയാളം. Let's begin. നോക്കൂ, ഈ മെസ്സിയെ കൊണ്ടുവരാമെന്നേറ്റ ഈ മാധ്യമ മുതലാളിയുടെ സങ്കടക്കഥകൾ കേൾക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യമായി ടെലിവിഷൻ ചാനലുകളെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതൊന്നുമല്ല, നമുക്ക് ആദ്യകാലത്തൊക്കെ ഒരു ഏഷ്യാനെറ്റ് ചാനലാണ് സ്വകാര്യമായിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനു മുമ്പ് ദൂരദർശൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഈ 10 വർഷത്തിന് ഇപ്പുറമാണ് ഈ വിധത്തിൽ ചാനലുകളിൽ ഒരു വല്ലാത്ത തള്ളിക്കയറ്റം ഉണ്ടായത്. അതിപ്പോൾ ഈ എൻ്റർടൈൻമെൻറ്റ് ചാനലും കടന്നിട്ട് വാർത്താ ചാനലുകൾ എക്സ്ക്ലൂസീവായിട്ട് വാർത്തകൾ മാത്രം കൊടുക്കുന്ന ചാനലുകൾ പ്രത്യേകിച്ചും ഈ ഒരു 10 കൊല്ലത്തിൻ്റെ ഇടയ്ക്കാണ് വളർന്നത്. അതിപ്പോൾ ഏതാണ്ട് ഒരു കൈയും കഴിഞ്ഞ് 2 കൈയിലൊക്കെ എണ്ണാവുന്ന വിധത്തിൽ എണ്ണം കൂടിയിട്ടുണ്ട്. അത് ഏഷ്യാനെറ്റ് ഉണ്ട്, മാതൃഭൂമി ഉണ്ട്, മനോരമയുണ്ട്, ന്യൂസ് 24 ഉണ്ട്, ന്യൂസ് മലയാളം, ന്യൂസ് 18, റിപ്പോർട്ടർ ചാനൽ, ഇന്ത്യ വിഷൻ കഴിഞ്ഞ് അത് റിപ്പോർട്ടറായി. വീണ്ടും അത് പുതിയ രൂപത്തിൽ ഈ മുതലാളിയുടെ, നമ്മുടെ ഈ മെസ്സിയുടെ സ്പോൺസറായ മുതലാളിയുടെ കയ്യിലെത്തിയിട്ട് അധിക കാലമായിട്ടില്ല. ഈ മുതലാളി വന്നേ പിന്നെ ആ റിപ്പോർട്ടർ ചാനലിൽ വന്നൊരു മാറ്റമുണ്ട്. അതിഭയങ്കരമായിരുന്നു. ഡിജിറ്റലായിട്ട് ടെക്നിക്കലായിട്ടൊക്കെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചത് അവിടെ വെച്ചാണ്. ഏറ്റവും ഒടുവിലായിട്ട് അതിലൊക്കെ ഉണ്ടായിരുന്ന സുജയ പാർവതിയും മറ്റുമൊക്കെ പോയി ഇപ്പം ചെന്ന് ചേർന്ന ബിഗ് TV എന്ന പുതിയൊരു ചാനലും കൂടെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഏതാണ്ട് 10ഓളം ചാനലുകൾ ഇപ്പോൾ നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ വല്ലാത്തൊരു കിടമത്സരം നടക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ വരുമാനം എന്ന് പറയുന്നത് ഈ പരസ്യ വരുമാനമാണ്. ഈ പരസ്യം എന്നത് വ്യൂവർഷിപ്പിനെ ആശ്രയിച്ചാണ്. അത് മുമ്പൊക്കെ ഒരു ബാർക്ക് റേറ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു, ഇന്ത്യയിൽ. അതിലാണ് വ്യൂവർഷിപ്പ് അനുസരിച്ച് അതിൽ എത്ര പേര് കാണുന്നു എന്ന് ആശ്രയിച്ച് ഈ പരസ്യങ്ങൾ കിട്ടും. കമ്പനികൾ പരസ്യങ്ങൾ കൊടുക്കും. അതൊക്കെ ഒരു 10 സെക്കൻഡിനൊക്കെ 5000 രൂപ 10000 രൂപയൊക്കെയാണ് ചാനലുകാർക്ക് വരുമാനമായി കിട്ടുക. ഒരു മാസം തന്നെ 10 കോടിയിലധികം ഈ വിധത്തിൽ വരുമാനം ഉണ്ടാകും അത്രേ. അങ്ങനെ ഒരു വർഷത്തിൽ 100 കോടിയിലധികം വരുമാനം കിട്ടുന്ന ചാനലുകാരുണ്ട്. അപ്പോൾ പിന്നെ ഇവർ തമ്മിലൊരു മത്സരം ഇല്ലാതിരിക്കില്ലല്ലോ. ഏറ്റവും കൂടുതൽ മത്സരം നടക്കുന്നിടത്ത് ആയിരിക്കും ഏറ്റവും കൂടുതൽ പരസ്യങ്ങൾ വരിക. ഏറ്റവും വ്യൂവർഷിപ്പ് വേണം. അതിനെന്ത് ചെയ്യും? അതിനവരൊരു തലകുത്തി മറിയും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിയും. അങ്ങനെ ചളി വാരി എറിയുന്നതിൻ്റെ ഒരു പാരമ്യമാണത്രേ ഇപ്പോൾ ഈ മെസ്സി വിവാദം ഈ പുതിയ സർക്കാരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പൊടുന്നനെ പൊട്ടിമുളച്ചത്. അതാണ് ഇതിൻ്റെ പുറകിലെന്ന് പറയുന്നു. അതുകൊണ്ടാണ്
ഈ ചാനലുകാരൊക്കെ ഒരു ദിവസത്തിൽ 10-15 തവണ ഈ ഒരൊറ്റ വിഷയം പലപ്പോഴായി പല വിധത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്, അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഇവർ തമ്മിലുള്ള ഈ ചക്കളത്തി പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് എന്ന് ഒരുവിധം സാധാരണക്കാർക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് നമ്മളൊക്കെ സംശയിച്ചാൽ അതിൽ കുറ്റം പറയാൻ പറ്റില്ല. എന്തായാലും ആ മുതലാളിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് കേട്ടു നോക്കാം. നമുക്ക് നമ്മുടെ ഒരു ബുദ്ധിപരമായ ആലോചനകളൊക്കെ വെച്ചിട്ട് എന്താണ് സംഭവിച്ചിരിക്കുക എന്ന് നോക്കാമല്ലോ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണല്ലോ, ഈ മുതലാളി കുറേ പണം മുടക്കിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മുടക്കിയതാണ്. ഇനി അത് വൈറ്റ് മണിയാണോ കള്ളപ്പണമാണോ എന്നൊക്കെ അന്വേഷണം നടത്തി തീരുമാനിക്കട്ടെ. പക്ഷേ സർക്കാരിൽ നിന്ന് 10 പൈസ മുടക്കിയിട്ടൊന്നുമില്ലല്ലോ. ഇനി ഇദ്ദേഹം GST അടയ്ക്കേണ്ടി വന്നാലേ അത് സർക്കാരിന് കിട്ടുമല്ലോ. അടച്ചിട്ടില്ലെങ്കിലും അടപ്പിക്കാലോ. എല്ലാം വഴിയുണ്ട്, നിയമമുണ്ട്. ഇനി അതിന് വീഴ്ച വരുത്തിയാലും അതിൽ കൂടുതൽ GST കൊടുക്കാനുള്ള വമ്പന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. ഇനി ഈ ഒരു 126 കോടിയോ മുടക്കുമ്പോൾ ഒരു 10-20 കോടി GST അടയ്ക്കുന്ന ഇദ്ദേഹമാണോ ഏറ്റവും വലിയ കൊള്ളക്കാരൻ എന്നൊക്കെ നമ്മുടെ പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. അദ്ദേഹം ആ മുതൽ മുടക്കി ഇവിടെ ഒരു വലിയ കളി കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ ബിസിനസ് താല്പര്യം ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും. അങ്ങനെ ഒരു സ്പോൺസർഷിപ്പ് കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന് നല്ല വരുമാനം ഉണ്ടാകും. ആ കളി അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ചാനലിന് അത് വലിയൊരു മെച്ചമുണ്ടാക്കി കാണും. അന്ന് കൊണ്ടുവരാൻ പറഞ്ഞ വാർത്തയും വലിയ തോതിൽ ആ ചാനലിനെ സ്വാധീനിച്ചിരിക്കും, വ്യൂവർഷിപ്പ് കൂട്ടിയിരിക്കും. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സും എടുക്കുക. അതൊരു ബിസിനസ്സുകാരൻ്റെ കഴിവാണ്. ആ ബിസിനസ്സുകാരൻ്റെ കഴിവ് തങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് പരിതപിച്ചിട്ട് എന്താ കാര്യം? അവരെ തെറി വിളിക്കാൻ പോയിട്ട് മറ്റുള്ളവരെ തെറി വിളിക്കാൻ പോയിട്ട് എന്താ കാര്യമുള്ളത്? അവനവന് കഴിവില്ലാത്തത് മറ്റുള്ളവർ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അസൂയപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ എന്ന് ചിലരെങ്കിലും ചോദിച്ചാൽ അതിൽ കുറ്റം പറയാൻ പറ്റുള്ളൂ. എന്തായാലും ആ മുതലാളിയുടെ സങ്കടം കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. റിപ്പോർട്ടർ TV-ക്ക് അനുമതി കൊടുക്കുമ്പോൾ ഈ മെസ്സിയെ കൊണ്ടുവരാമെന്ന താല്പര്യവുമായിട്ട് മനോരമയോ ഏഷ്യാനെറ്റോ 24 അങ്ങനെ ഏതെങ്കിലും ചാനലുകളുണ്ടായിരുന്നു? കേരളത്തിലെ ഒരു അരുൺ സാർ, ഇതൊരു വലിയ എമൗണ്ട് വരുന്ന കാര്യമാണ്. ഇത് ചെറിയ പൈസയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. സർക്കാർ എല്ലാവരോടും സമീപിച്ചിട്ടുണ്ടാവുക, നമ്മളോട് മാത്രമല്ല. നമ്മളെന്ന് പറയുന്നത് എന്താ, അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് വന്ന സ്ഥാപനമാണ്. നമ്മളെക്കാളൊക്കെ മുൻപ് എല്ലാവരെയും സമീപിച്ചിട്ടുണ്ടാവാം. കേരള ഗവൺമെൻറ് ഓഫ് 2 ഉത്തരവ് വന്നു. ഒന്ന്, നമ്മളെ സൈൻ ചെയ്യാൻ അനുമതി. ഏത്? അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ സൈൻ ചെയ്യാൻ അനുമതി. രണ്ടാമത്, കളി നടത്താനുള്ള അനുമതി. മൂന്നാമത്, കേന്ദ്ര സ്പോർട്സ് മിനിസ്റ്റർക്ക് ഇവിടുന്ന് ലെറ്റർ അയക്കുന്നു. എന്ത്? ഈ എഗ്രിമെൻറ്റ് പ്രകാരം ഈ എഗ്രിമെൻറ്റിൻ്റെ കോപ്പി അടക്കം സ്പോർട്സ് മിനിസ്റ്റർക്ക് കൊടുക്കുന്നു. സ്പോർട്സ് മിനിസ്ട്രി അത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കുന്നു. ഫിനാൻസ് അനുമതി തിരിച്ച് ആർക്ക് കൊടുക്കുന്നു? സ്പോർട്സ് മിനിസ്ട്രിക്ക് അനുമതി. DNB റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ ടോർപെഡോ എന്ന് പറഞ്ഞ LLC എന്ന് പറയുന്ന കമ്പനി എത്ര വർഷമായി പ്രവർത്തിക്കുന്നു, ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു, ഇത് അർജന്റീനയുടെ കളക്ഷൻ ഏജന്റ് ആണോ എന്നുള്ളത് ബാങ്ക് മുഖാന്തരം ഞാൻ എടുത്ത റിപ്പോർട്ടാണിത്. ഈ റിപ്പോർട്ട് എടുത്ത് ഇതടക്കം സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ പൈസ അയക്കുന്നത്. ഇനി വേണ്ട, ഈ പൈസ കിട്ടിയില്ല എന്ന് അർജന്റീന റിജക്റ്റ് ചെയ്താലല്ലേ ഈ പൈസയ്ക്ക് ഡിസ്പ്യൂട്ട് ഉള്ളൂ. ഈ പൈസ കിട്ടി എന്നുള്ളത് ഇന്റർനാഷണൽ ആർബിട്രേഷൻ കോടതി അവർ പറയുന്നു. ഞങ്ങൾ ഇവരെ ചീറ്റ് ചെയ്തിട്ടില്ല എന്ന് അവർ വന്ന് പറയുന്നു. ഞങ്ങൾക്ക് പണം തന്നിട്ടുണ്ടെന്ന് അവർ വന്ന് പറയുന്നു. ഇതെല്ലാം അർജന്റീന പറയുന്നു, കേരളത്തിലെ ആൾക്കാർ പറയുന്നില്ല എന്ന്. കേരളത്തിലെ പത്രക്കാർ പറയുന്നില്ല. കേരളത്തിലെ പത്രക്കാർക്ക് എന്താണ്, നമ്മളോടേ ദേഷ്യമുള്ളൂ. ഈ രേഖ എന്ന് പറയുന്നത് കേന്ദ്രം നേരിട്ട് RBIക്ക് കൊടുത്തിരിക്കുന്നതാണ്. കോൺട്രാക്ട് ബിറ്റ്വീൻ ദ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് ദ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കോൺട്രാക്ട്. യെസ്, അപ്പോൾ കോൺട്രാക്റ്റ് ഉണ്ട്. അപ്പോൾ കോൺട്രാക്റ്റ് ഇല്ല എന്ന് പറഞ്ഞത് പച്ചക്കള്ളം. അങ്ങ് പണം അയച്ച ഈ കളക്ഷൻ ഏജന്റ് കമ്പനിയെക്കുറിച്ച് അങ്ങ് നേരത്തെ ഒരു അന്വേഷണം നടത്തിയിരുന്നോ? ആ കമ്പനിയെക്കുറിച്ച് പോസിറ്റീവായ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ടോർപെഡോ LLC DNB റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. കേസ് നേരിടുന്ന കമ്പനിയാണോ? അതിലൊന്നുമില്ല, കേസ് നേരിടുന്ന കമ്പനിയാണെന്നുണ്ടോ? ഇല്ല, ഇത് സാർ, ഇത് കമ്പനിയാണെന്നോ അല്ല. ഈ കമ്പനിയിൽ പണം കൊടുത്തതിന് ശേഷം അവർക്ക് കിട്ടിയ അർജന്റീന കൺഫേം ചെയ്തു. റൈറ്റ്. 5, നമ്മൾ പണം അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് കൊടുത്തത് ഈ ടോർപിഡോ എന്ന് പറയുന്ന കമ്പനി വഴിയാണ്. ഈ കമ്പനി അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് പണം കൊടുത്തതായിട്ട്, അഥവാ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പണം കൈപ്പറ്റിയതായ രേഖകളുണ്ടോ? ഉണ്ട്. അതാ കൺഫർമേഷൻ തന്നു. താങ്ക് യു പറഞ്ഞുള്ള ഒരു കൺഫർമേഷൻ ലെറ്ററും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കളിക്കാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഉറപ്പ് നമുക്ക് കിട്ടിയിരുന്നോ? അതാ മെയിലുണ്ട്. അങ്ങനെ മെസ്സി ഉറപ്പ് തന്നിട്ടും എന്തുകൊണ്ട് മെസ്സി ഇവിടെ വന്ന് കളിച്ചില്ല എന്നുള്ളതാണ് ഇപ്പം ഈ മാധ്യമങ്ങളും പുതിയ സർക്കാരും പുതിയ കായിക മന്ത്രിയും ഒക്കെ ഇപ്പം താങ്കളോട് ചോദിക്കുന്നത്. സ്പോൺസർ എന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചില്ലേ, മെസ്സിയൊക്കെ കൊണ്ടുവരാമെന്നും പറഞ്ഞ് ഞങ്ങളെ നാണം കെടുത്തിയില്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. ഇതിനെന്ത് മറുപടിയാണ് താങ്കൾക്ക് പറയാനുള്ളത് എന്നും കൂടെ ഞങ്ങൾ കേൾക്കട്ടെ. 100 രൂപ, 1 രൂപ പോലും കേരളം 126 ഭൂം എന്ന് മനോരമ എഴുതിയത് ആരുടെ ഭൂമാണ്? എന്റെ മാത്രമാണ്. അതായത് അങ്ങയുടെ കയ്യിൽ നിന്ന് 126 മാത്രമാണ്. ഇതൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അതായത് ആന്റോ അഗസ്റ്റിന്റെ 126 കോടി രൂപ ഭൂം എന്നാണ് എഴുതിയിരിക്കുന്നത്. നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പത്രം എഴുതുകയാണ്, മറ്റൊരു മാധ്യമ സ്ഥാപനത്തിന്റെ MD കയ്യിൽ 126 ഭൂം എന്ന് എഴുതുകയാണ്.
₹1 സർക്കാർ തന്നിട്ടില്ല കേട്ടോ. ₹1 സർക്കാർക്കല്ല. നമ്മൾ ഈ വലിയ രീതിയിൽ അതിനകത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കോടിക്കണക്കിന് രൂപ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ പഴി കേൾക്കേണ്ട അവസ്ഥയുണ്ടോ? ഒന്ന് ആലോചിച്ചു. ഇത് എന്താണ് ഇങ്ങനെ ഈ ഒരാളോട് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് വാശി തീർക്കാന്നേ, വൈരാഗ്യം തീർക്കാം, നിങ്ങൾ പറഞ്ഞോളൂ നിന്നോടുള്ള വൈരാഗ്യം കൊണ്ട് ഞാനിത് ചെയ്യാണെന്ന് പറയാം. പക്ഷേ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ പറ്റിക്കാൻ പറ്റുമോ? ₹1 കേരളത്തിലെ സർക്കാർ, കേരളത്തിലെ GCDA, കേരളത്തിൽ ആരെങ്കിലും ഒരു സ്പോൺസർ ആരെങ്കിലും ₹1 കൊച്ചി സ്റ്റേഡിയത്തിന് വേണ്ടി മുടക്കിയില്ലല്ലോ. ഇവർക്ക് കുറേ കാര്യങ്ങൾ പറയാൻ പറ്റും. എന്താണ് നിങ്ങൾ ആ രേഖ ശരിയായില്ല, എന്താണ് പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഓഫീസ് മാനുവൽ പ്രകാരം പ്രവർത്തിച്ചില്ല. അതൊന്നും എൻ്റെ വിഷയമല്ലല്ലോ. ഞാൻ ആരാണ്? ഞാനൊരു സ്പോൺസറാണ്, ഞാനൊരു ഇൻവെസ്റ്ററാണ്. കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് രാമായണം പറയുന്ന ടീമാണ് ഇവർ. നിങ്ങൾ അവിടുന്ന് വരും ഇവിടുന്ന് വരും എന്ന് പറയുന്ന ടീമാണ്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ അവസ്ഥയാണിത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുതലാളി, നന്ദിയില്ലാത്ത ലോകമേ എന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. മറ്റൊന്നും താങ്കളോട് പറയാനില്ല. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു.